ജയലക്ഷ്മി ഒരു നാടിനെ ഒന്നാകെ നടുക്കിയ ഒരു കൊലപാതകം അത് ഇന്നലെയായിരുന്നു നടന്നത്. ഇതിലിപ്പോൾ ഒരു പ്രധാനപ്പെട്ട വിവരം പുറത്തു വരുന്നത് ഈ പ്രതിയായിട്ടുള്ള ആഷിഖ് 25 വയസ്സുകാരനായിട്ടുള്ള ആഷിഖിന്റെ മൊഴി പ്രാഥമികമായി പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ദേവ് സ്റ്റോക്സ്. നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടൊരു വാർത്തയാണ്. താമരശ്ശേരിയിൽ വെറും 25 വയസ്സുകാരൻ അവൻ്റെ അമ്മേനെ വെട്ടിക്കൊന്നു. നാടിൻ്റെ പോക്ക് എങ്ങോട്ടാണെന്ന് മനസ്സിലാവുന്നില്ല. ശരിക്കും പേടിയാവാണ് റോഡിലിറങ്ങി നടക്കാനും അല്ലെങ്കിൽ ഒരാളോട് സംസാരിക്കാൻ പോലും. തൊട്ടടുത്ത നിമിഷം എന്താ സംഭവിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. ആ ലെവലിലേക്കാണ് ലഹരിയുടെ ഉപയോഗം നമ്മുടെ നാട്ടിൽ ശക്തമായിട്ട് വരുന്നത്. കഴിഞ്ഞ ദിവസം വരെ ഈ അമ്മ വളരെ സന്തോഷത്തോടെ ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ എന്തുകൊണ്ട് സർക്കാരോ അല്ലെങ്കിൽ നിയമ സംവിധാനങ്ങളോ ഇതിനൊരു തടയിടാൻ ശ്രമിക്കുന്നുണ്ടാവാം. പക്ഷേ ഇത് പൂർണ്ണമായിട്ടും തുടച്ചു മാറ്റാൻ എന്തുകൊണ്ട് അവർക്ക് സാധിക്കുന്നില്ല? ഓരോ ദിവസവും പുതിയ പുതിയ പേരുകളിലാണ് ലഹരി വസ്തുക്കൾ നമ്മുടെ നാട്ടിൽ വ്യാപിക്കുന്നത്. അത് സ്കൂളിലായിക്കോട്ടെ, കോളേജിലായിക്കോട്ടെ, സുഹൃത്തുക്കളുടെ ഇടയിലായിക്കോട്ടെ, എല്ലാവരിലേക്കും വളരെ വേഗം എത്തുകയാണ്. ഓരോ ദിവസവും ഓരോ വാർത്തകൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ലഹരിക്ക് അടിമപ്പെട്ട് കൊലപാതകം, ബലാത്സംഗം, ഇങ്ങനെ പല രീതിയിലും കുറ്റകൃത്യങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ നാട്ടിൽ. നമുക്ക് ആ വാർത്ത ഡീറ്റെയിൽ ആയിട്ടൊന്ന് കേട്ടു നോക്കാം. ജയലക്ഷ്മി ഒരു നാടിനെ ഒന്നാകെ നടുക്കിയ ഒരു കൊലപാതകം അത് ഇന്നലെയായിരുന്നു നടന്നത്. ഇതിലിപ്പോൾ ഒരു പ്രധാനപ്പെട്ട വിവരം പുറത്തു വരുന്നത് ഈ പ്രതിയായിട്ടുള്ള ആഷിഖ് 25 വയസ്സുകാരനായിട്ടുള്ള ആഷിഖിന്റെ മൊഴി പ്രാഥമികമായി പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ്. അതായത് എനിക്ക് ജന്മം നൽകിയതിൻ്റെ ശിക്ഷയായിട്ടാണ് ഞാൻ അമ്മയെ കൊന്നത് എന്നാണ് പ്രാഥമികമായി രേഖപ്പെടുത്തിയ മൊഴി എന്ന് പറയുന്നത്. ഇത് പറയുന്നത് തന്നെ ഇത്തരത്തിൽ അമ്മയെ കൊലപ്പെടുത്തിയതിനു ശേഷം പുറത്തേക്ക് ഇറങ്ങാൻ നോക്കിയ പ്രതിയെ അവിടെയുള്ള നാട്ടുകാരെല്ലാം കൂടിയിട്ട് കെട്ടിയിടുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സമയത്ത് നാട്ടുകാരോടാണ് ആദ്യമായിട്ട് ഈ പ്രതി, ലഹരിയിലായിരുന്നു ഈ പ്രതി ഉണ്ടായിരുന്നത്, ആഷിഖ് ഉണ്ടായിരുന്നത്. ആ സമയത്താണ് ആദ്യമായിട്ട് നാട്ടുകാരോട് ഇങ്ങനെ ഒരു കാര്യം പറയുന്നത്. ഇത് പ്രാഥമികമായിട്ട് പോലീസ് അവരുടെ FIR ഇട്ടതിനു ശേഷം അവർ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ വിശദമായ ഒരു മൊഴി ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുമില്ല. അമ്മയെ കൊലപ്പെടുത്തുന്നതിന് കാരണം പറഞ്ഞത് അവനെ ജനിപ്പിച്ചതിലുള്ള ശിക്ഷയായിട്ടാണ്. ജനിപ്പിക്കുക മാത്രമല്ല ചെയ്തത്, കഴിഞ്ഞ 25 വർഷം ആ അമ്മയുടെ ചോര നീരാക്കി അവനെ വളർത്തുകയും കൂടി ചെയ്തു. അതിനും കൂടി ചേർത്തുള്ള ശിക്ഷയാണ് ആ അമ്മയുടെ കൊലപാതകത്തിലൂടെ സംഭവിച്ചിരിക്കുന്നത്. അവന്റെ ഭാഷയിൽ ആഷിഖ് വെറും 25 വയസ്സുകാരൻ MDMA പോലുള്ള മാരകമായിട്ടുള്ള ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെട്ട് കൊലപാതകം വരെ ചെയ്തിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ഈ സാധനം സുലഭമായിട്ട് കിട്ടുന്നുണ്ട്. അതിന്റെ സോഴ്സ് കണ്ടെത്താനോ അത് തടയാനോ ആർക്കും കഴിയുന്നില്ല. ഓരോ ദിവസം കഴിയുന്തോറും കുറ്റകൃത്യങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ആലോചിച്ച് നോക്കിയേ, സ്വന്തം അമ്മേനെയാണ് ഈ ലഹരി വസ്തു ഉള്ളിൽ പോയതിന്റെ പേരിൽ അവൻ തിരിച്ചറിയാൻ പറ്റുന്നില്ല. അമ്മയാണ് 10 മാസം വയറ്റിലിട്ട് നൊന്ത് പ്രസവിച്ചൊരമ്മ, കഴിഞ്ഞ 25 വർഷം അവനെ വളർത്തിയ അമ്മ. ആ അമ്മയാണ് അവൻ കൊന്നിരിക്കുന്നത്. അവനിതിൻ്റെ തിരിച്ചറിവ് എപ്പോൾ ഉണ്ടാകും? കുറച്ച് കാലം കഴിയുമ്പോൾ ഒരു തിരിച്ചറിവുണ്ടാകുന്ന സമയം വരും. അന്ന് അവൻ പശ്ചാത്തപിച്ചിട്ട് പോലും കാര്യമില്ല. അത് കാണാനോ അത് മനസ്സിലാക്കാനോ ആ അമ്മ ജീവിച്ചിരിപ്പില്ല. എനിക്കുണ്ടൊരു അനിയൻ, അവൻ്റെ പ്രായം 21 വയസ്സ്. ഇതുപോലെ നിങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടാവും അനിയനും അല്ലെങ്കിൽ മകനും ഒക്കെ ആയിട്ടുള്ള ചെറുപ്പക്കാർ. ഇവരുടെ കൂട്ടുകെട്ട് എങ്ങനെയാണ്, ഇവരുടെ സർവേലൻസ് എങ്ങനെയാണ്, ഇതൊന്നും നമുക്ക് പെട്ടെന്ന് കണ്ടെത്താൻ പോലും പറ്റില്ല. ഇപ്പോൾ എന്തുകൊണ്ട് ആഷിഖ് ഇങ്ങനെയായി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു ദിവസം കൊണ്ടാണോ ആഷിഖ് ഇങ്ങനെ ആയത്? ഒരിക്കലുമല്ല. കുട്ടിക്കാലം മുതൽ അവന് കിട്ടിയിട്ടുള്ള അനുഭവങ്ങളാണ് അവൻ ഈ ലെവലിലേക്ക് മാറ്റിയിട്ടുണ്ടാവുക. അത് വീട്ടിൽ നിന്നാവാം, സ്കൂളിൽ നിന്നാവാം, കോളേജിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നാവാം, സൊസൈറ്റിയിൽ നിന്നാവാം. ഒരു പക്ഷേ വിമർശനങ്ങളോ അതല്ലെങ്കിൽ അവോയ്ഡിങ്ങോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്തൊരു ചെറുപ്പക്കാരനായിരിക്കാം ആഷിഖ്. അവൻ ചെയ്തിരിക്കുന്നത് വലിയൊരു ക്രൈമാണ്. പക്ഷേ അവനെ ആ ക്രൈമിലേക്ക് നയിച്ച സാഹചര്യം, അവൻ പറയുന്നു അമ്മയ്ക്ക് കൊടുത്ത ശിക്ഷയാണ്, അവനെ ജനിപ്പിച്ചതിൽ അല്ലെങ്കിൽ അവനെ വളർത്തിയതിലുള്ള ശിക്ഷയാണെന്ന് പറയുന്നു. എന്തുകൊണ്ട് ആഷിഖ് ആ ശിക്ഷയിലേക്ക് കടന്നു? അങ്ങനെ ഒരു ചിന്ത അവന്റെ മനസ്സിലേക്ക് എന്തുകൊണ്ട് വന്നു? അത് ഉണ്ടാക്കി കൊടുത്തത് ആ വീടോ ആ നാട്ടുകാരോ അല്ലെങ്കിൽ അവന്റെ കുടുംബക്കാരോ സൊസൈറ്റിയോ ഒക്കെ ആവാം. അവന്റെ ഭാവി തീർന്നു. ഇപ്പോൾ കൊലപാതകമായതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ജീവപര്യന്തമായിരിക്കാം. കാരണം നമ്മുടെ നാട്ടിൽ ഈ തൂക്കാൻ വിധിക്കുന്നതൊക്കെ വളരെ റെയറാണ്. അതുകൊണ്ട് തന്നെ ജീവപര്യന്തമായിരിക്കാം. അത്രയും വർഷം ജയിലിൽ കിടക്കുമ്പോൾ മാനസാന്തരം വരുമെന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ കാലം കഴിഞ്ഞുള്ള മാനസാന്തരത്തിന് എന്ത് പ്രസക്തിയുണ്ട്? ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം അവിടെ തീരും. ഇപ്പോൾ 25 വയസ്സാണെങ്കിൽ ജീവപര്യന്തം 14 വർഷമാണെങ്കിൽ 39 വയസ്സിൽ ലൈഫ് അവിടെ പകുതിയോളം കഴിഞ്ഞു. അപ്പൊ ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം ജയിലിൽ അവസാനിക്കും. പ്രതിയുടെ ലഹരി സംബന്ധമായ പ്രശ്നങ്ങളെല്ലാം തീർന്നതിന് ശേഷം ഒരു വിശദമായ മൊഴി താമരശ്ശേരി പോലീസ് ഇതിൽ രേഖപ്പെടുത്തുകയും ചെയ്യും. അതേസമയം മരിച്ച സുബൈദയുടെ മൃതദേഹം ഇന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്യും. നമുക്കറിയാം, ഒരു നാടിനെ ഒന്നാകെ നടുക്കിയ സംഭവമെന്ന് പറയുമ്പോൾ പോലും ഇതിൽ ഏറ്റവും ആഷിഖിനെ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അവൻ ഉപയോഗിച്ചിരുന്ന ലഹരിയാണ്. നേരത്തെ കോളേജിലേക്കൊക്കെ വലിയ
വലിയ പ്രതീക്ഷയോടുകൂടി മകനെ വിട്ടതായിരുന്നു. ആ കോളേജിലെത്തി അവിടുത്തെ സുഹൃത്ത് വലയങ്ങളിൽ നിന്നുമാണ് ഈ പ്രതി MDMA അടക്കമുള്ള മാരകമായ ലഹരി മരുന്ന് ഉപയോഗിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നത്. അങ്ങനെ അതിൽ നിന്നൊരു മോചനം നേടാൻ വേണ്ടിയിട്ടാണ് പിന്നീട് ബാംഗ്ലൂരിൽ ഒരു ഡി അഡിക്ഷൻ സെന്ററിലേക്ക് ആഷിഖിനെ എത്തിക്കുന്നത്. ആ ആഷിഖ് അതായത് ബ്രെയിൻ ട്യൂമറിന്റെ ശസ്ത്രക്രിയയൊക്കെ കഴിഞ്ഞ് സഹോദരിയുടെ വീട്ടിൽ, താമരശ്ശേരി പുതുപ്പാടിയിലുള്ള സഹോദരിയുടെ വീട്ടിൽ റെസ്റ്റിലിരിക്കുന്ന സമയത്ത് ആ അമ്മയെ കാണാനെന്ന് പറഞ്ഞാണ് ഇങ്ങോട്ടേക്ക് സഹോദരിയുടെ വീട്ടിലേക്ക് എത്തുന്നത്. വരുന്ന സമയത്തെല്ലാം ഒരു 2-3 ദിവസമെല്ലാം ആഷിഖ് വളരെ നല്ല രീതിയിലായിരുന്നു വീട്ടിൽ കഴിഞ്ഞിരുന്നത് എന്ന് അവരുടെ തന്നെ ഒരു ബന്ധു നമ്മളോട് പറഞ്ഞിരുന്നു. എന്നാൽ പിന്നീട് ഒരു ദിവസം ഈ ബന്ധു ഒന്നും അവിടെ ഇല്ലാത്ത സമയത്ത് തൊട്ടടുത്ത വീട്ടിൽ നിന്നും ഒരു കത്തി, അതായത് അരിവാൾ കത്തി, തേങ്ങ പൊളിക്കാനാണെന്ന വ്യാജേന വാങ്ങുന്നു. ആ കത്തി ഉപയോഗിച്ച് സുബൈദയെ കൊലപ്പെടുത്തി എന്നുള്ളതായിരുന്നു ഒരു നാടിനെ ഒന്നാകെ നടുക്കിയ ഒരു വലിയ വാർത്ത എന്ന് പറയുന്നത്. ലഹരിക്ക് അടിമപ്പെട്ട് ഓരോ ചെറുപ്പക്കാരും ചെയ്യുന്ന കുറ്റകൃത്യങ്ങളുടെ നിരവധി വാർത്തകളാണ് ഓരോ ദിവസവും നമ്മുടെ പത്രമാധ്യമങ്ങളിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അനിയനോ അല്ലെങ്കിൽ മക്കളോ ഉള്ള പാരൻസിന്, സഹോദരങ്ങൾക്ക് ഒക്കെ പേടിയാണ്. എനിക്ക് പാരൻസിനോട് പറയാനുള്ള ഒറ്റ കാര്യം, മക്കളിൽ ഒരു ശ്രദ്ധ വയ്ക്കുക. ആവശ്യത്തിന് മാത്രം പൈസ കൊടുത്ത് വിടുക. പണ്ട് ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു ദിവസം 20 രൂപയും കൊണ്ടാണ് കോളേജിൽ പോകുന്നത്. ഞാൻ എൻ്റെ മാമൻ്റെ വീട്ടിൽ നിന്നാണ് കോളേജിൽ പഠിച്ചത്. അപ്പോൾ 20 രൂപയും കൊണ്ട് പോകുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൺസെഷൻ ഉണ്ട്, പക്ഷേ എങ്ങാനും KSRTC ബസ് കിട്ടിയില്ലെങ്കിൽ പ്രൈവറ്റിൽ പോകാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ കൂട്ടുകാർക്കൊപ്പം പുറത്ത് പോകാൻ ചമ്മലായിരുന്നു. കാരണം അവർ ജ്യൂസ് കുടിക്കാനൊക്കെ വിളിക്കുമ്പോൾ പോകാൻ ചമ്മലാണ്, കയ്യിൽ കാശില്ല, എന്നും അവരെ ഡിപ്പെൻഡ് ചെയ്യണമല്ലോ എന്നോർത്ത് പോകത്തില്ല. അങ്ങനെ വളർന്നു വന്ന, അങ്ങനെ കോളേജ് ലൈഫ് മുന്നോട്ട് പോയ ഒരാളാണ് ഞാൻ. അപ്പോൾ അല്ലെങ്കിൽ എന്നെ പോലുള്ള കുറേ അധികം ആൾക്കാരെങ്കിലും. പക്ഷേ ഇന്നത്തെ ജനറേഷന് സൗകര്യങ്ങൾക്ക് യാതൊരു കുറവുമില്ല. ബൈക്കിന് ബൈക്ക്, കാശിന് കാശ്. അവിടെ കൂട്ടുകെട്ടും കൂടി മാറിക്കഴിഞ്ഞാലോ, കൂട്ടുകെട്ട് മോശമായി കഴിഞ്ഞാലോ ഈ പറഞ്ഞ രീതിയിൽ ആളുകൾ മാറാം. ആഷിക്ക് കോളേജിൽ പോകുന്നവരെ അവന് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, നന്നായിട്ട് പഠിക്കുന്നൊരു വിദ്യാർത്ഥിയായിരുന്നു. പക്ഷേ കോളേജിൽ പോയതിന് ശേഷം അവിടുത്തെ കൂട്ടുകെട്ടാണ് ആഷിക്കിനെ ഇങ്ങനെ ആക്കിയതെന്ന് പറയുന്നു. ഡി അഡിക്ഷൻ സെന്ററിൽ ചികിത്സയിലായിരുന്നു, ബ്രെയിൻ ട്യൂമറുമായിട്ട് ട്രീറ്റ്മെന്റിലായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള ചെറുപ്പക്കാരൻ അവന്റെ മനസ്സ് ഇത്രമാത്രം ക്രൂരമായി പോയത് എന്തുകൊണ്ട്? സാധാരണ ബ്രെയിൻ ട്യൂമറൊക്കെ വരുമ്പം ഒന്ന് തിരിച്ചറിയും, ഒരു തിരിച്ചറിവ് ഉണ്ടാവും, എൻ്റെ ലൈഫ് എന്തുകൊണ്ട് ഇങ്ങനെ ആയിപ്പോയി, അല്ലെങ്കിൽ ഞാൻ ഇനി ഇങ്ങനെ ആയാൽ പോരാ, എനിക്ക് തിരിച്ചു വരണം എന്നൊക്കെ ഒരു തിരിച്ചറിവ് തോന്നുന്ന ഒരു സിറ്റുവേഷനാണ്. പക്ഷേ ഇവിടെ ഇവൻ കൂടുതൽ വയലന്റ് ആവുക ചെയ്തത്. നല്ലവനായി എന്ന് അഭിനയിച്ചുകൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് വരുന്നു, അമ്മയുടെ അടുത്തേക്ക് വരുന്നു. അവിടെ ആരുമില്ലാത്ത സമയത്ത് അമ്മേനെ കൊലപ്പെടുത്തുന്നു. പ്രസവിച്ച് കഴിഞ്ഞ 25 വർഷം വളർത്തിയ അമ്മയെ കൊല്ലുക. പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ജീവിതം മടുത്തെങ്കിൽ നിങ്ങൾ എങ്ങോട്ടെങ്കിലും യാത്ര പോകും. കുറച്ച് ദിവസം യാത്ര പോയിട്ട് തിരിച്ചു പോവാ. നിങ്ങൾക്കൊരു മടുപ്പ് തോന്നുന്നെങ്കിൽ ദയവേത് ഇത്തരം കാര്യങ്ങൾക്ക് മനസ്സ് പോകാതിരിക്കുക, ലഹരിക്ക് അടിമപ്പെടാതിരിക്കുക. വളരെ വിഷമമുണ്ട്. കൊച്ചിയിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ലഹരി പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ ലഹരിക്ക് അടിമപ്പെട്ട ആൾക്കാർ കാണുന്നതെന്ന് പറയുന്നു. പക്ഷേ ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല. കൊച്ചിയിൽ മാത്രമല്ല, എവിടെയാണെങ്കിലും ഈ സാധനം ഇപ്പോൾ അവൈലബിൾ ആണ്. അതിന്റെ സോഴ്സ് കണ്ടെത്തി അത് തടയാൻ സർക്കാരിനോ അല്ലെങ്കിൽ നിയമ സംവിധാനങ്ങൾക്കോ കഴിയുന്നില്ല. കാരണം അത്രമാത്രമാണ് ലഹരി ഒഴുകുന്നത്. അതുകൊണ്ട് അവനവനെ സൂക്ഷിക്കുക. ജീവിതം പോയാൽ, ഇപ്പൊ ആഷിഖിന്റെ ലൈഫ് ഇവിടെ തീർന്നു. ഇത്രയും നാളുണ്ടായിരുന്ന സുഖസൗകര്യങ്ങളൊന്നുമില്ല. ഒരു നിമിഷത്തെ ഒരു തെറ്റ്, ഒരു ജീവിതം അവസാനിച്ചു എന്നുള്ളതാണ്. 2 ജീവിതങ്ങൾ, ഒന്നല്ല. ആ അമ്മയുടെ ജീവൻ പോയി, ആഷിഖിന്റെ ജീവിതം പോയി. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്ന് കരുതലോടെ ജീവിക്കുക. നിങ്ങൾ ലഹരിക്ക് അടിമപ്പെട്ടാൽ നിങ്ങൾക്ക് ആ ലഹരി തന്ന ആൾക്കാരോ നിങ്ങളുടെ സുഹൃത്തുക്കളോ ആരും നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല. നിങ്ങളുടെ കുടുംബം മാത്രമേ ഉണ്ടാവുള്ളൂ. ആലോചിക്കുക. നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും, ഇവൻ എന്തായി പറയുന്നത്, ഇവൻ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നതൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ ജീവിതം നിങ്ങളുടേതാണ്. ഒന്നേ ഉള്ളൂ. അത് നഷ്ടപ്പെട്ടാൽ, ജീവിതം നശിച്ചു പോയാൽ തിരിച്ചു പിടിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഓർക്കുക.